സ്വന്തം കുറുമ്പനപ്പച്ചോ. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ മഴയത്തൊക്കെ കളിച്ചൂല്ലേ, നന്നായി ആസ്വദിച്ചൂല്ലേ. നിങ്ങളൊക്കെ കളിച്ചോ, അതോ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങൾ വഴക്ക് പറഞ്ഞോ? ഇന്നത്തെ വീഡിയോ കളിയൊന്നല്ല, നമ്മുടെ 4ാം ക്ലാസ്സുകാർക്ക് പഠിക്കാനുള്ള സംസ്കൃതത്തിലെ 1ാം പാഠം വന്ദേ കേരള ജനനിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കടന്നാലോ. വന്ദേ കേരള ജനനി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതാണ് നമ്മുടെ സ്വന്തം കേരളം. നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, കേരം തിങ്ങും കേരള നാട്. അപ്പോൾ ഇപ്പോൾ കേരളം പറഞ്ഞാൽ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അതാണ് കേരളം. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും എൻ്റെ ബാക്കിൽ ഇത് തോടാണോ പുഴയാണെന്ന്. ഇത് തോടല്ല പുഴയല്ല, ഇതൊരു പാടമാണ്. ഈ പാടത്തിൻ്റെ പേര് പൈങ്കിളി പാടം എന്നാണ്. പിന്നെ ഇവിടെ കുറേ ദിവസം നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. പിന്നെ നമ്മുടെ ചിമ്മിണി ഡാമില്ലേ, ചിമ്മിണി ഡാം തുറന്ന കാരണം ആദ്യത്തെയും വെള്ളമൊക്കെ വന്ന് ഇതവിടെ കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സംസ്കൃതത്തിലെ 1ാമത്തെ പാഠം വന്ദേ കേരള ജനനിയും. അത് ഒരു പദ്യം കേട്ടോ, ആ പദ്യം ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. സാഗരലാളിത ചരണം പാവന ജലതതി പൂർണം വികസിത മോഹന നളിനി നമാമി കേരള ജനനീം. സസ്യശ്യാമള വസനാം മലയജ ശീതള പവനാം ബുധജന പൂജിത ധരണീം നമാമി മാമക ജനനീം. നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ പദ്യത്തിൽ കേട്ടിട്ടുണ്ടാവും, സാഗര ലാളിത ചരണം. സാഗരം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കടല്. ലാളിക്കുക പറഞ്ഞ ഈ കുട്ടികളൊക്കെ നമ്മൾ ലാളിക്കില്ലേ, അതാണ് ലാളിക്കുക. പിന്നെ ചരണം പറഞ്ഞാൽ കാൽപാദം. എൻ്റെ കാൽപാദമല്ല കേട്ടോ, നമ്മുടെ കേരളത്തിൻ്റെ കാൽപാദത്തിൽ കടലിൽ ലാളിക്കുക. അപ്പോൾ അതാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ 2ാമത്തെ വരി കേട്ടിട്ടുണ്ടാവും, പാവന ജലതതി പൂർണം. അതായത് നമ്മുടെ കേരളം ശുദ്ധജലത്താൽ നിറഞ്ഞതാണ്. അടുത്ത വരി എന്താന്ന് വെച്ചാൽ വികസിത മോഹന നളിനി. അതായത് എന്നും സുന്ദരമായി വികസിച്ചു കൊണ്ടിരിക്കുന്ന കേരളം. അടുത്ത വരി എന്താന്ന് വെച്ചാൽ നമാമി കേരള ജനനിയും. അതായത് ഞാൻ 3 പറഞ്ഞില്ലേ, 3 വരികൾ. അതായത് നമ്മൾ ഈ ശുദ്ധജലമുണ്ട്, വികസിച്ചു കൊണ്ടിരിക്കുന്ന കേരളം, പിന്നെ കടലൊക്കെ നമ്മളെ ലാളിക്കുന്നു. അതുകൊണ്ടൊക്കെ ഞാൻ കേരളത്തെ നമിക്കുന്നു. അപ്പോൾ അടുത്ത വരി എന്താന്ന് വെച്ചാൽ സസ്യശ്യാമള വസനാം മലയജ ശീതള പവനാം. സസ്യശ്യാമള പറഞ്ഞ പച്ചപ്പ് നിറഞ്ഞ കേരളം. പിന്നെ മലയജ ശീതള പവന എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവും, മലയിലൊക്കെ തട്ടി വരുന്ന തണുത്ത കാറ്റ്, അതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത വരി എന്താന്ന് വെച്ചാൽ ബുധജന പൂജിത ധരണീം നമാമി മാമക ജനനീം. ഈ വരികളുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പണ്ഡിതന്മാരാൽ പൂജിക്കപ്പെട്ട ഭൂമിയെ ഞാൻ നമിക്കുന്നു. പഠന പ്രവർത്തനാനി, അതായത് പഠന പ്രവർത്തനങ്ങൾ. നമുക്ക് ഇത് ഓരോന്നായി ചെയ്യാം. ഇതിലിപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, രിക്തം കവിതാഭാഗം പാഠഭാഗത്ത് ചിത്വ ആലപതു. അതായത് ഇവിടെ വിട്ടുപോയ വരികളൊക്കെ നമ്മൾ ഇവിടെ ചേർക്കണം. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ പൂരിപ്പിക്കാം. ഫസ്റ്റ് എന്താണ് എഴുതിയിരിക്കുന്നത്, ഡാഷ് ചരണം. അടുത്തതോ ഡാഷ് നളിനിയും. അടുത്തത് ഡാഷ് കേരള ജനനിയും. അടുത്തത് ഡാഷ് പവനാം. അപ്പം നമുക്കിതിൻ്റെ ആൻസർ നോക്കാം.
അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ എന്താ ഡാഷ് ചരണം എന്നാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ പാഠഭാഗം വായിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയും അത് സാഗര ലാളിത ചരണമാണ്. അപ്പം നിങ്ങളത് അവിടെ എഴുതുക. അടുത്തതിൽ എന്താണ് ഡാഷ് നളിനി എന്നാണ്. അപ്പോൾ ആ ഡാഷിൻ്റെ അവിടെ എന്തായിരിക്കും വികസിത മോഹന നളിനിയും. അടുത്തത് ഡാഷ് കേരള ജനനിയും. ഈ ഡാഷിൻ്റെ അവിടെ നമാമി കേരള ജനനിയും. ഏറ്റവും ലാസ്റ്റത്തെ ഡാഷ് പവനമാണ്. അതിൻ്റെ ഡാഷിൻ്റെ അവിടെ എന്താണ് മലയച്ച ശീതള പവനം. ഗീതമിതം ഉച്ചൈ ഗായതു. ഇതാണ് അടുത്ത ആക്ടിവിറ്റി. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ വന്ദേ കേരള ജനനി ആ പദ്യം ഫുള്ളും നമ്മൾ ഉച്ചത്തിൽ പാടണം. ഞാൻ പാടിണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ നന്നായി അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ ചോദിച്ച് നന്നായി അർത്ഥമൊക്കെ പഠിച്ച് വായിച്ചു നോക്കുക കേട്ടോ. സമാനാശയ യുക്താനി ഗീതാനി പ്രാദേശിക ഭാഷാതഃ സമാഹൃത്യ അവതാരയതു. അതായത് നമ്മളിപ്പോൾ വന്ദേ കേരള ജനനി പാടിയത് സംസ്കൃതത്തിലാണ്. ഇതേ ആശയം വരുന്ന മറ്റു ചില പാട്ടുകൾ നമ്മുടെ മാതൃഭാഷയിൽ പാടാനാണ് പറയുന്നത്. പ്രശ്നാനാം ഉത്തരാണി വദതു ലിഖതു. അതായത് ചോദ്യത്തിന് ഉത്തരം നൽകുക. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ തവ നാമക്കിം. അതായത് നിങ്ങളുടെ പേരെന്താണ്. എൻ്റെ പേര് അക്ഷജാണ്. അപ്പം ഞാൻ സംസ്കൃതത്തിൽ മമ നാമ അക്ഷജ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അടുത്തത് എന്താന്ന് വെച്ചാൽ ത്വം കുത്ര വസസി. അതായത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. ഞാൻ തൃശ്ശൂരിലാണ് താമസിക്കുന്നത്. അപ്പം സംസ്കൃതത്തിൽ അഹം തൃശ്ശൂർ വസാമി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ തവ മാതുഹു നാമക്കിം. അതായത് നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ്. എൻ്റെ അമ്മയുടെ പേര് ആര്യയാണ്. അപ്പം ഞാൻ എഴുതിയിരിക്കുന്നത് മമ മാതുഹു നാമ ആര്യ. അപ്പോൾ അടുത്തത് തവ പിതുഹു നാമക്കിം. അതായത് നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ്. എൻ്റെ അച്ഛൻ്റെ പേര് സുഭാഷ് എന്നാണ്. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് മമ പിതുഹു നാമ സുഭാഷ്. അടുത്തത് തവ രാജ്യസ്യ നാമക്കിം. അതായത് നിങ്ങളുടെ രാജ്യത്തിൻ്റെ പേരെന്താണ്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പേര് മമ രാജ്യസ്യ നാമ ഭാരതം. എൻ്റെ രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ചിത്രാണി നിരീക്ഷ്യ വാക്യാനി പൂരയതു. അതായത് ചിത്രങ്ങൾ നോക്കി വാക്കുകൾ പൂരിപ്പിക്കുക. നിങ്ങൾക്ക് ഇവിടെ 4 ചിത്രങ്ങൾ കാണാം. ഒന്നൊരു ടൈഗർ, പിന്നെ ഒരു മാംഗോ, പിന്നെ താമര, പിന്നെ മയിൽ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ കറക്റ്റ് ഓർഡറിൽ ഈ ചോദ്യങ്ങൾക്ക് അനുസരിച്ച് ആ ഡാഷിൻ്റെ അവിടെ കറക്റ്റായിട്ട് നമ്മൾ ആൻസർ കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഭാരതത്തിൻ്റെ ദേശീയ ഫലം ഏതാണെന്ന്. ഭാരതസ്യ ദേശീയ ഫലം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കൊടുത്താലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ആമ്രം. ആമ്രം എന്നാട്ടോ, അതായത് മാങ്ങ. അടുത്തത് ഭാരതസ്യ ദേശീയ പക്ഷി. അതായത് ഭാരതത്തിൻ്റെ ദേശീയ പക്ഷി. ഇതിൻ്റെ ആൻസറാണ് മയിൽ. അതായത് സംസ്കൃതത്തിൽ മയൂരഹ. മയൂരഹ ആണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് ഭാരതസ്യ ദേശീയ പശു. അതായത് ഭാരതത്തിൻ്റെ ദേശീയ മൃഗം. അതെന്താണ്? കടുവ. സംസ്കൃതത്തിൽ കടുവേനെ പറയുന്നതാണ് വ്യാഘ്രഃ. അടുത്തത് ഭാരതസ്യ ദേശീയ പുഷ്പം. അതായത് ഭാരതത്തിൻ്റെ ദേശീയ പുഷ്പം. ആൻസർ എന്താണെന്ന് വെച്ചാൽ താമര. താമരേനെ സംസ്കൃതത്തിൽ പറയുന്നതാണ് കമലം.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 1-ാം ചാപ്റ്ററിലെ പ്രവർത്തനങ്ങൾ. അപ്പൊ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഒരു കോട്ട് കണ്ടോ? ആ കോട്ട് എന്താന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്ന് വെച്ചാൽ അമ്മയും നമ്മുടെ ജന്മഭൂമിയും, അതായത് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ അതിവിശിഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ പുതിയതായി വന്നവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.